അതിദരിദ്രമുക്ത കേരളത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് രംഗത്ത്. പാകിസ്ഥാൻ മസ്തൂർ കിസാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ ഡോക്ടർ തൈമൂർ റഹ്മാനാണ് അഭിനന്ദനം പങ്കുവച്ചിരിക്കുന്നത്. നവംബർ 1-നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രഖ്യാപനം നടത്തിയത്. ചൈനയ്ക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തെ ആദ്യത്തെ പ്രദേശമാണ് കേരളം എന്നതായിരുന്നു വ്യക്തമാക്കിയത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളുടെ വലിയ നേട്ടമാണിതെന്നാണ് ഇപ്പോൾ ഈ പാക് നേതാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും ഇത്തരമൊരു അഭിനന്ദനം വന്നതിനെ തള്ളിക്കളയണം എന്നതാണ് പൊതുജന വികാരം. മാത്രമല്ല, മുഖ്യമന്ത്രി പറഞ്ഞതിൽ യാതൊരുവിധ വാസ്തവമില്ല എന്നും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇന്നും കേരളത്തിൽ ലഭിക്കാത്ത താഴേക്കിടയിലുള്ള പല ജനങ്ങളും ഇവിടെ കഴിയുന്നുണ്ട് എന്നും വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയർന്നു കേൾക്കുന്നുണ്ട്. മാത്രമല്ല, തള്ളുമ്പോൾ കുറച്ച് മായത്തിലൊക്കെ തള്ളണം എന്നതാണ് മറ്റൊരു പരിഹാസമായി തന്നെ സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിരിക്കുന്നത്. അതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും കേരളത്തെ അഭിനന്ദിച്ചുകൊണ്ട് പാക് നേതാവ് രംഗത്ത് വരുന്നത്. ലാഹോർ യൂണിവേഴ്സിറ്റി ഓഫ് മാനേജ്മെന്റ് ആൻഡ് സയൻസിലെ അവിടുത്തെ പ്രൊഫസറും സംഗീതജ്ഞനുമാണ് തൈമൂർ റഹ്മാൻ. പുരോഗമന സംഗീത ബാലഡ് ആയ ലാലിന്റെ പ്രധാന ഗിറ്റാറിസ്റ്റും അദ്ദേഹത്തിന്റെ വക്താവും കൂടിയാണ് ഈ പറയുന്ന പാക് നേതാവ്. കേരളപ്പിറവി ദിനത്തിലായിരുന്നു കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി തന്നെ സർക്കാർ പ്രഖ്യാപിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഇതിൽ നിർണായക പ്രഖ്യാപനം നടത്തിയത്. നടൻ മമ്മൂട്ടിയായിരുന്നു മുഖ്യ അതിഥിയായി വന്നതും. പരിപാടിയിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ പോലും മോഹൻലാലും കമൽഹാസനും പങ്കെടുത്തിരുന്നില്ല. ഈ പദ്ധതിയിലൂടെ തന്നെ കേരളത്തിന് പുതിയൊരു ഉദയം സാധ്യമാക്കുക എന്നതായിരുന്നു മുഖ്യമന്ത്രി ഇവിടെ വ്യക്തമാക്കിയത്. കേരളപ്പിറവി ദിനത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നും വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച നാടിന്റെ ദുരവസ്ഥയെ ചെറുത്തു തോൽപ്പിച്ചത് എല്ലാവരും ഒരേ മനസ്സോടെ തന്നെ സഹകരിച്ചതിനാലാണ് എന്നതും ഈ നേട്ടം കൈവരിക്കാനായതെന്നായിരുന്നു മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതേപോലെ തന്നെ കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെയായിരുന്നു അഭിനന്ദനവുമായി ചൈന രംഗത്ത് വന്നത്. അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിനുള്ള കേരളത്തിന്റെ ചരിത്രപരമായ നേട്ടത്തെ അഭിനന്ദിക്കുന്നുവെന്നായിരുന്നു. ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നത് മാനുഷിക അവകാശങ്ങളുടെ പൊതു ദൗത്യമാണ് എന്നതും ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡറാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റിലൂടെയാണ് കാര്യങ്ങൾ വിവരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചരിത്രത്തിനൊപ്പമുള്ള സംസ്ഥാന സർക്കാരിന്റെ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടാണ് ഈ അഭിനന്ദന കുറിപ്പ് എഴുതിയിരിക്കുന്നത്. സംസ്ഥാനത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിലായിരുന്നു അദ്ദേഹം ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയതും. കേരളത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ പുതിയൊരു അധ്യായം പിറന്നിരിക്കുന്നു എന്നതായിരുന്നു ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതും. അതിദരിദ്രമില്ലാത്ത നാടായി തന്നെ ലോകത്തിന് മുന്നിൽ നാം ഇന്ന് അഭിമാനത്തോടെ തന്നെ തല ഉയർത്തി നിൽക്കുകയാണ് എന്നും ഇത് പുതിയ കേരളത്തിന്റെ ഉദയമാണ് എന്നും നമ്മുടെ സങ്കല്പത്തിലുള്ള നവകേരളത്തിന്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള ചുവടുവെപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നതായിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവേ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.